CIC-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സമസ്ത മുഷാവറയുടെ തീരുമാനം തള്ളി പാണക്കാട് സാദിഖലി തങ്ങൾ രംഗത്ത് വന്നതോടെ സമസ്ത സാദിഖലി തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമാവുകയാണ്. CIC-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും മുഷാവറ അംഗങ്ങൾ താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അനുരഞ്ജന ചർച്ച നടക്കുന്നതിനിടയിൽ മുഷാവറ അംഗങ്ങൾ വാർത്താസമ്മേളനം വിളിച്ച് CIC-ക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ സാദിഖലി തങ്ങൾ കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് അറിവ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, സമസ്തയിലെ പൊട്ടിത്തെറി രൂക്ഷമാണോ? നിലവിലത്തെ സാഹചര്യം എന്താണ്? സമസ്തയിൽ കാലങ്ങളായി തുടരുന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അത് മറ്റു തലങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CIC-യെ കൂടെ നിർത്തുന്ന ഒരു സമീപനം സാദിഖലി തങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം CIC-യുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ 4 മുഷാവറ അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ പ്രതികരണം നടത്തിയത്. CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ടില്ല, അനുരഞ്ജന നീക്കങ്ങൾ നടക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി തങ്ങളും താനും ഉൾപ്പെടെയുള്ള സംഘമാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അനുനയ ചർച്ചയുമായി മുന്നോട്ടേക്ക് പോകുന്നത്. ഇനിയും സമവായത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സാദിഖലി തങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് തൊട്ട് 2 ദിവസം മുമ്പ്, അതായത് 16-ാം തീയതി 4 മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ മുഷാവറ അംഗങ്ങളുടെയും അഭിപ്രായം തീരുമാനം എന്ന രീതിയിലായിരുന്നു. CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു എന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുകയും പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ രീതിയിൽ CIC-യുമായി ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല, ബന്ധം തുടരാനുള്ള സാഹചര്യം ഇപ്പോഴുമുണ്ട്, അതിനുള്ള നീക്കങ്ങൾ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതികരണവുമായി സാദിഖലി തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഷാവറയ്ക്കകത്തുള്ള ലീഗ് വിരുദ്ധർക്ക് എതിരെയാണ് ഈ സാദിഖലി തങ്ങളുടെ മറുപടി എന്നാണ്. അല്ലെങ്കിൽ സാദിഖലി തങ്ങൾക്കെതിരെയുള്ള നേരെയുള്ള അറ്റാക്കിലേക്ക് പുതിയൊരു മാനം വരികയാണ് ഈ മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനം. അതിന് സാദിഖലി തങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മുഷാവറ യോഗത്തിൽ ഇത് ലീഗ് അനുകൂലികൾ എടുത്തു കാണിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. CIC-യെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് അദൃശ്ശേരിക്കെതിരെയുള്ള നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദൃശ്ശേരിയുമായിട്ട് ബന്ധമില്ല എന്ന് മുഷാവറ അംഗങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലീഗ് നേതാക്കളെ, CIC-ക്ക് പിന്തുണ കൊടുക്കുന്ന ലീഗ് നേതാക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ചില മുഷാവറ അംഗങ്ങൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും ലീഗിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഷാവറ അംഗങ്ങളുടെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് സാദിഖലി തങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ് സാദിഖലി തങ്ങൾ. അതുപോലെ തന്നെ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ തള്ളിപ്പറഞ്ഞ CIC-യുടെ പ്രസിഡന്റും സാദിഖലി തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സാദിഖലി തങ്ങൾക്കായിരിക്കും ഈ സമസ്ത CIC വിഷയത്തിലെ ഭിന്നത ഏറ്റവും കൂടുതൽ രൂക്ഷമാവുക. ഒരേ സമയം SYS-ന്റെയും CIC-യുടെയും പരിപാടിയിൽ ഒരുപോലെ പങ്കെടുക്കേണ്ടി വരുമ്പോൾ അത് തീർച്ചയായിട്ടും സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള മുഷാവറ അംഗങ്ങൾക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള അണികളും എടുത്തു കാണിക്കാനും അത് ചർച്ച ചെയ്യാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സമസ്ത തള്ളിപ്പറഞ്ഞ CIC-യുമായി സാദിഖലി തങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന രീതിയിൽ വിമർശനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് CIC-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതിനുള്ള നടപടി, അല്ലെങ്കിൽ ആ അനുരഞ്ജന നീക്കങ്ങൾക്ക് ചുമതലപ്പെടുത്തിയത് താനും കുഞ്ഞാലിക്കുട്ടി സാഹിബും അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാദിഖലി തങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ശരി.